ആദിലയും നൂറയും ഔട്ടായിട്ടില്ല. പക്ഷെ വീട്ടുകാർ എല്ലാവരും പൊട്ടിക്കരഞ്ഞ സംഭവം, അത് എന്തിനു വേണ്ടിയാണ് പൊട്ടിക്കരഞ്ഞത്? കുറച്ച് സംഭവങ്ങളുണ്ട്, നിങ്ങൾക്കറിയാമോ? സംഭവം പറഞ്ഞുതരാം. ഒരു പ്രൊമോയും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അപ്ഡേറ്റുകളും ഉണ്ട്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് നേരം മുമ്പ് വന്ന പ്രൊമോയിൽ ആദിലയും നൂറയും എന്തോ ഒരു ത്യാഗം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീട്ടുകാരെല്ലാവരും കരയുന്ന ഒരു പ്രൊമോ, അതാണ് നമ്മൾ ആദ്യം കണ്ടത്. രണ്ടാമത്തത് വന്നപ്പോഴത്തേക്കും ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് ആദിലയെടുത്തും നൂറയെടുത്തും ബിഗ് ബോസ് ഒന്നും കൂടെ സെയിം പ്രൊമോ തന്നെയാണ് ചോദിക്കുന്നുണ്ട്. ആദില, നൂറ ഉറപ്പാണോ, തീരുമാനത്തിൽ മാറ്റമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാർഡ് ആദിലയുടെ കയ്യിൽ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന സംഭവം, വീട്ടുകാർ ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഇപ്പം ഇവർക്ക് വേണ്ടി ത്യജിച്ച് ഔട്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ, ഇവരെല്ലാവരും കരയുന്നതിൻ്റെ റീസൺ എനിക്കതാണെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്കൊരു ഇല്യൂഷൻ അടിക്കുന്നത്, ഒരു ഇല്യൂഷനാണ്, അതിൻ്റെ വേർഡ് എന്താ ഇംഗ്ലീഷ് എനിക്കറിയില്ല, അപ്പോട്ടെ, എന്തോ ഒരു ഇതടിക്കുന്നത് എനിക്ക് തോന്നുന്നത്, ഈ പറഞ്ഞതുപോലെ എന്തും ത്യജിക്കുക, എന്തും ത്യജിക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ ടാസ്ക് ചെയ്യേണ്ടത്. ഈ ബിഗ് ബോസ് വീടിനകത്ത് എന്തായാലും ത്യജിച്ചെന്നും പറഞ്ഞ് ഔട്ടൊന്നും ആക്കാൻ പോണില്ല. പകരം ഈ ടാസ്കിൽ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രസ്സും കിട്ടത്തില്ല. ജിസേലിൻ്റെ അവസ്ഥയാവും, ഡ്രസ്സും കിട്ടില്ല, മേക്കപ്പും കിട്ടില്ല, അക്സസറിയും കിട്ടില്ല, എല്ലാം പറഞ്ഞു വിടും. ആ അതായിരിക്കും എന്തും ത്യജിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലാതെ വേറെ എന്താ ത്യജിക്കാനുള്ളത്? മാത്രമല്ല, ചിലപ്പോൾ ഇവരുടെ ഒരു ഫേവറേറ്റ് സാധനം ഉണ്ടല്ലോ, ഓരോരുത്തരും ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ ഒരു ഫേവറേറ്റ് സാധനം എന്ന് പറഞ്ഞ് ആ ഫേവറേറ്റ് സാധനത്തിൻ്റെ കളി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഈ ഫേവറേറ്റ് സാധനം അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് അങ്ങനെ എന്തെങ്കിലും പറയും, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി തുണി മണിയും ഒന്നും കിട്ടത്തില്ല, എല്ലാം പറഞ്ഞു വിടും. ഇതായിരിക്കാം ട്വിസ്റ്റ്. ഇനി വീട്ടുകാർ കരഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതും ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു, അപ്പാനി കരയുന്നുണ്ട്, ഷാനവാസ് കരയുന്നുണ്ട്, രേണു കരയുന്നുണ്ട്, ശൈത്യ ചെറുതായിട്ടൊന്ന് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഈ 4 സാധനമാണ് നമ്മൾ കണ്ടത്. ഇപ്പം 2-3 ദിവസമായിട്ട് ഈ ബിഗ് ബോസ് വീടിനകത്ത് ഓരോരുത്തരെയും കൺഫഷൻ റൂമിൽ വിളിക്കുമ്പോൾ അക്ബർ പറയുന്നു ഫാമിലിയുടെ കേസ് പറഞ്ഞ് കരയുന്നു, അപ്പാനി ഫാമിലിയുടെ കേസ് പറഞ്ഞ് കരയുന്നു, അഭിശ്രീ ഫാമിലിയുടെ കേസ് പറഞ്ഞ് കരയുന്നു. എല്ലാവരും ഫാമിലിയെ ഒന്ന് കാണണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് രേണു സുധി റെനയെ കെട്ടിപ്പിടിച്ചാണ് കരയുന്നത്. റെന ആ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ്. പ്രായം കുറഞ്ഞ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയണമെങ്കിൽ ഉറപ്പായിട്ടും ആദിലെ നൂറ ഔട്ടായതോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല, ഫാമിലിയുടെ വീഡിയോ ഇവർ കണ്ടിരിക്കണം. എനിക്കങ്ങനെ ഒരു തോട്ടടിക്കുന്നു. ഫാമിലിയുടെ വീഡിയോ പ്ലേ ചെയ്ത് കാണും നിങ്ങളുടെയൊക്കെ. കാരണം എല്ലാവരും ഡൗൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഇന്ന് വരെ ഒരു സീസണിലും ഇല്ലാത്ത കണക്ക് ഫാമിലിയെ കാണണം, ഒന്ന് സംസാരിക്കണം, അപ്പാനിക്കൊന്ന് സംസാരിക്കണം, ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു, പിന്നെ ഈ പറഞ്ഞതുപോലെ അനുമോൾക്ക് സംസാരിക്കണം, ശൈത്യയ്ക്ക് സംസാരിക്കണം, എല്ലാവരും രേണു സുധി കരയുന്നുണ്ട്. അപ്പം എനിക്ക് അതുകൊണ്ട് തോന്നുന്നു ഇവരെയൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയുടെ അടുത്ത് ചെറിയൊരു വീഡിയോ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. അതായിരിക്കാം ഒരു പക്ഷേ, ഞാനൊരു ഗസ് പോലെ പറഞ്ഞു, അതായിരിക്കാം, എനിക്കങ്ങനെ തോന്നുന്നു. അത് തന്നെ ആയിരിക്കാം. കാരണം ഇല്ലാതെ ഇത്രയും കടന്ന് ഇതിനേക്കാൾ വലിയ എവിക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പെട്ടെന്ന് ഈ സാധനം പറഞ്ഞത്. തമിഴിൽ സീസൺ 7 ജാക്ലിൻ എവിക്റ്റ് ആവുന്നത്, ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്ത് തോറ്റ് ടോപ്പ് 6 ഷോ തീരാൻ 5 ദിവസം ബാക്കി നിൽക്കുകയാണ് ഔട്ടായത്. അപ്പോൾ ഇതിനേക്കാൾ വലുത് വന്നിട്ട് ആൾക്കാർ കരഞ്ഞിട്ടില്ല. ഇതിനേക്കാൾ ബോണ്ടിങ് ആയി 95 ദിവസം, 95 102 ദിവസം ഒരുമിച്ച് നിന്നിട്ട് ആൾക്കാർ കരഞ്ഞിട്ടില്ല. അത്രയും പൊട്ടൻഷ്യലുള്ള ഭയങ്കര ശ്രമം. പിന്നെയാണോ ഇത്? അവിടെ വെച്ചാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. ഇത് ഫാമിലി തന്നെ ആയിരിക്കും. ഫാമിലിയുടെ വീഡിയോ കണ്ടാണ് സാധാരണ കണ്ടസ്റ്റൻസ് കരയുന്നത്, ഇത്രമാത്രം കരയുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നു. നമുക്ക് എന്തായാലും നാളെ ലൈവിൽ ഈ സംഭവത്തിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ആദില നൂറയൊന്നും ഔട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഔട്ടായിട്ടില്ല, ഇതുവരെയും ഞാൻ അറിഞ്ഞിട്ടില്ല ഔട്ടായതായിട്ടൊന്നും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അത് പറയാനാണ് നട്ടപ്പാതിരാക്കി ഞാൻ വന്നത്. മണിതേ 12:45. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.